ഭക്ഷ്യ ഉൽപാദന വിതരണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികൾക്കായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തോപ്പുംപടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊച്ചി MLA KJ മാക്സി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് SA ലത്തീഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൊച്ചി മണ്ഡലം വനിതാ വിംഗ് പ്രസിഡന്റ് രേഖ തോമസ്, ഡോക്ടർ ജോസ് മാത്യു, സെക്രട്ടറി MRN പണിക്കർ, ട്രഷറർ KV ലോറൻസ് എന്നിവർ സംസാരിച്ചു. ഭക്ഷണം പാകം ചെയ്യാത്ത സ്ഥാപനങ്ങൾക്കും ആ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ആവശ്യമാണ്. കാരണം ധാരാളം പേര് നമ്മൾ നിത്യവും സന്ദർശിക്കുന്നവരാണ്. അങ്ങനെ വരുന്ന സ്ഥാപനങ്ങളിലൊക്കെ ആൾക്കാർ വരുമ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരും ഉടമകളൊക്കെ അവർക്ക് പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള അസുഖങ്ങളില്ല എന്നുള്ള ഒരു ബോധ്യങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്, നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ ജനങ്ങൾ തന്നെ ഒരു 60% ആൾക്കാരും നമ്മൾ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ നമുക്ക് കുടുംബമിത്രാദികളും ഉൾപ്പെടെ നമ്മൾ ഹോട്ടലുകളിൽ അഭയം തേടി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പം സർക്കാർ കർക്കശമായ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം. നിയമം അറിയാതെ വരുമ്പോഴാണ് നമ്മൾ കടിയിൽപ്പെട്ടു പോകുന്നത്. നല്ല ഭക്ഷണം കൊടുക്കുക, ആരോഗ്യകരമായ ജനങ്ങളെ സൃഷ്ടിക്കുക എന്നാണ് സർക്കാരിൻ്റെയും നമ്മുടെയും എല്ലാവരെയും ആഗ്രഹം. അതാണ്. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. റെഡ്ജൻ റബല്ലോ, ന്യൂസ് ടുഡേ, കൊച്ചി.